നമസ്കാരം, അമൃതാണ്. തലവൻ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും നല്ല തിരക്കഥ ഈ ഒരു സിനിമയ്ക്കായിരുന്നു. സിനിമ തുടങ്ങി എൻഡ് ചെയ്യുന്നത് വരെ സിനിമയിൽ നിന്ന് ഒരു രീതിയിലും പുറത്തു പോയില്ല, ഒരു ഡിസ്കണക്ഷന് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് ഡയറക്ടറുടെ സ്കില്ലാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന രണ്ട് നെക്ക് ആൻഡ് നെക്ക് ക്യാരക്ടേഴ്സ്, ബിജു മേനോൻ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നാലും ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നാലും രണ്ടുപേരും അങ്ങനെ ഷോൾഡർ ടു ഷോൾഡറാണ് ഈ ക്യാരക്ടേഴ്സ് രണ്ടും മുന്നോട്ട് പോകുന്നത്. അവരുടെ കുറച്ച് ഈഗോസ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആയിട്ട് പൊതുവെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഒരു പ്രശ്നം, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലാണ് ഒരു സ്റ്റോറി ടെൽ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തിരക്കഥ. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് തിരക്കഥ റൈറ്റേഴ്സ്. 3 പേര് കൂടി ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓൺ മിസ്റ്റർ ആനന്ദ്, പെട്ടെന്ന് ഞാൻ പേരൊന്നും ഓർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ഡയറക്ടറും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ വരുമ്പോഴാണ് കംപ്ലീറ്റ് ഒരു പെർഫെക്ഷൻ വരുന്നത്. ആ ഒരു തിരക്കഥ, ആ ഒരു അൾട്ടിമേറ്റ് പെർഫെക്ഷൻ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. അൾട്ടിമേറ്റ് പെർഫെക്ഷൻ. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ദീപക് ദേവിൻ്റെ സ്കോർ കേൾക്കുന്നത്. അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ഫ്യൂഷനൊന്നും അല്ല. പുള്ളിക്കാരന് അതിന് ഓരോരോ സാഹചര്യത്തിനും അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സീനിൻ്റെ ഒരു എലിവേഷൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ ഫീൽ ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ലൊരു തിയേറ്ററിലാണ് കണ്ടത്, സൗണ്ടിങ് ഒക്കെ ബെറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. ചെറിയ തിയേറ്ററാണ്, വർക്കലയിലെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു തിയേറ്ററാണ്. പക്ഷേ എങ്കിലും സൗണ്ട് സിസ്റ്റം നല്ലതായിരുന്നു, ബെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്ടേഴ്സ്, എനിക്ക് ശരിക്കും ആസിഫ് അലി, ഞാൻ തുടക്കം മുതൽ ആസിഫ് അലിയുടെ ഒരു ഫാനാണ്. ഒരു കഥാപാത്രത്തിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ പോലീസ് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കുറേ കൗണ്ടർ ഡയലോഗ്സ് ഉണ്ട്. എൻ്റെ അമ്മ, ശരിക്കും ആ സമയത്തൊക്കെ തിയേറ്റർ ഇളകിയല്ലേ. തിയേറ്റർ അത്ര രസമാണ്. അത് ആ ടൈമിംഗ് ആണ്. ഒരു ഡയലോഗ്സിൻ്റെ ഒരു ടൈമിംഗ് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വീഴുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓഡിയൻസിന് കിട്ടി. ഭയങ്കര റിയാക്ഷൻസും ആയിരുന്നു ആ സമയത്തൊക്കെ. ഭയങ്കര കൈഡിയായിരുന്നു. അത് ബിജു മേനോൻ്റെ സൈഡിൽ നിന്നുണ്ട്. പക്ഷെ ബിജു മേനോൻ്റെ സൈഡിൽ നിന്ന് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒരു ചെറുപ്പമായിട്ടുള്ള കഥ, ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും ആ ഒരു സീനിയോറിറ്റിയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ്, സീനിയോറിറ്റി ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു യങ്സ്റ്ററിൻ്റെ ഒരു വൈബ്രൻറ്റ് അപ്രോച്ച് ആസിഫ് അലി സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു മേനോൻ ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയുടെ ആ ഒരു ലെവൽ ഓഫ് സീനിയോറിറ്റി ലെവലിൽ നിന്നോട്ടുള്ള ഒരു ഓഫീസറായിട്ട് അതും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഈ സിനിമയ്ക്കകത്തുള്ളൊരു ബ്യൂട്ടി ആയിട്ട് തോന്നിയത്, നമ്മൾ ഇത്തരത്തിലുള്ള പോലീസ് സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാണ്, ഒരു റൂട്ട് ലെവലിലുള്ള പോലീസ് ഓഫീസർ, കോൺസ്റ്റബിൾസ്, പിന്നെ SI, SHO, CI, പിന്നെ SP, DYSP, ഇങ്ങനെ ഓരോരോ റാങ്കുകൾ പോകുമ്പോഴത്തേക്ക് ചില സ്ഥലത്ത് എല്ലായിടത്തും ഉണ്ട് കഴിവ് കെട്ട ഒരു SP ഒരു DYSP ഒക്കെ എവിടെയെങ്കിലും കാണും. പക്ഷേ ആ ഒരു ഹെയറാർക്കി ഈ സിനിമയ്ക്കകത്ത് പോകുമ്പോഴത്തേക്ക്, കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹെയറാർക്കി ഓരോ ലെവൽ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി പവർ, ആ ഹെയറാർക്കിയുടെ പവർ ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. കാരണം ഓരോരുത്തരും നമുക്കറിയാം, DYSP പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പവർ അത് വേറൊരു ലെവലിലാണ്. സിനിമ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് പേര് പറയാൻ അറിയത്തില്ല, പക്ഷേ എങ്കിലും റിനൗൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ് അവരത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നു പോണ അനുശ്രീ ആയിരുന്നാലും നല്ലൊരു കഥാപാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ മിയ ഉണ്ട്. മിയ ഒരു കാലിന് ഒരു അപകടമൊക്കെ പറ്റുന്നതായിട്ടാണ്. എന്തായാലും സിനിമയുടെ കോണ്ടന്റിലോട്ട് നമ്മൾ പോകണില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ത്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനം നമുക്ക് എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വളരെ ഈസി അല്ല. എപ്പോഴായിരുന്നാലും നമുക്കൊരു സിനിമ കുറേ ഹാഫ് ടൈമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവെല്ലൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ റൂട്ട് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ഒരു രീതിയിലും മനസ്സിലാകാത്ത വിധത്തിൽ അത്രയ്ക്ക് ത്രില്ലിംഗ് ആയിട്ട് അവസാനം കൊണ്ടുപോയി ആ എൻ പോർഷനിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ളൊരു ത്രില്ലറാക്കി എടുക്കാൻ ഈ സിനിമ, അത് ജിസ് ജോയ്ക്ക് ഹാറ്റ്സ് ഓഫ്. ഓവറോൾ സിനിമ 100% ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് എൻജോയ് ചെയ്ത് ഫുള്ളി കണക്റ്റഡ് ആയിട്ട് കണ്ടു. പിന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം, കട്ട്സ് എല്ലാം, എഡിറ്റിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. സൗണ്ടിങ് ഓസം, ബാക്ക്ഗ്രൗണ്ട് സ്കോറും, പിന്നെ പാട്ട് എനിക്ക് തോന്നുന്നു ബിജു മേനോൻ പാടിയതുപോലെ തോന്നി അല്ലേ. ബിജു മേനോൻ്റെ ഒരു ട്രാജിക് ടൈമാണ് ആ ഒരു സോങ് വരുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ആ സൗണ്ട് വളരെ റിനൗൺഡ് ആയിട്ടുള്ള ഒരു സിംഗറായിട്ട് തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ബിജു മേനോനെ കൊണ്ട് തന്നെ പാടിച്ചിരിക്കുന്നതായിട്ട് തോന്നി. പൊതുവെ ദീപക് ദേവ് അങ്ങനെയുള്ള കുറേ എക്സ്പീരിമെൻസ് ഒക്കെ നടത്താറുണ്ട്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്ക്? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, നല്ല സിനിമയായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടതാണ്. പിന്നെ കുറച്ച് ക്രൈംസ് ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഇറ്റ്സ് ഓക്കെ. ഒരു ഡൈജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലും അല്ലെങ്കിൽ സീൻ വൈസ് ഒക്കെ കുറച്ചും കൂടെ ഈ കുട്ടികൾക്കൊക്കെ ഒക്കെ ആയിട്ട് ഇരുന്ന് കാണത്തക്ക ക്രൈം സീൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എനിവേ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ക്രൈം തന്നെയാണ്. പക്ഷേ എങ്കിലും
ഫാമിലിയായിട്ടും കാണാവുന്ന ഒരു ത്രില്ലർ, 100% ത്രില്ലർ. റീസെൻ്റ് ആയിട്ടൊന്നും ഇത്രയും നല്ല ഒരു പെർഫെക്റ്റ് തിരക്കഥ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. സോ ഓസം സിനിമ അത്ര എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സിനിമയൊക്കെ സക്സസ് ആവണം, 100% സക്സസ് ആവേണ്ട മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 IMDbയിൽ ഞാൻ ഫുൾ മാർക്സ് റേറ്റ് ചെയ്യാണ്. വേറെ ഒന്നും പറയാനില്ല. എന്താ പറയുക, എത്ര ഫുൾ മാർക്സ്. കൊച്ചു കുട്ടികൾക്ക് വരും ഫുൾ മാർക്സ് കൊടുക്കണം. അത്രയ്ക്ക് അങ്ങനെ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുത്തി. സീറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഫുള്ളി കണക്റ്റഡ്. നമ്മൾ സിനിമയായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടിരുന്ന് കണ്ടുകൊണ്ട് തന്നെ നൈസ് മൂവി. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.